ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും സുഖം തന്നെ കേട്ടോ, അൽഹംദുലില്ലാ. പിന്നില്ലേ, ഞാൻ പിന്നെയും കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വ്ളോഗെല്ലാം ചെയ്യുന്നത്. ഞാനില്ലേ ഇങ്ങനെ വിചാരിക്കില്ല, എനിക്ക് എന്നാൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടല്ലേ എനിക്ക് വ്ളോഗ് ചെയ്യാനൊന്നും ഒരു മൂഡും ഇല്ലേ. എന്നാ കാരണം എനിക്ക് ഇപ്പം അത് മനസ്സിലായേ. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇല്ലേ, ഇന്ന് ഇന്നൂന് മാത്രമേ കേട്ടോ സ്കൂളുള്ളൂ. ഇന്ന് സാറ്റർഡേയാണ്. ശനിയാഴ്ചയുടെ ഒരിക്കലും സ്കൂൾ ഉണ്ടാവില്ല, ക്ലാസ് പൊതുവേ ഉണ്ടാവില്ല. പക്ഷേ ഇന്നൂന് ഇന്ന് ചെസ്സിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് അവൾ പോകുന്നത് കേട്ടോ. പിന്നെ ഇല്ലേ, അപ്പോൾ ഞാൻ ഇന്ന് ശനിയാഴ്ച ഇന്നോന് മാത്രം സ്കൂളായതുകൊണ്ട് തലേദിവസം ഒന്നും പ്ലാൻ ആക്കിയിട്ടില്ല എന്നാൽ ടിഫിനിൽ കൊടുക്കാമെന്ന്. അതുകൊണ്ടില്ലേ, ഞാൻ ചില ദിവസം മടിയുള്ള ദിവസവും ഒന്നും പ്ലാൻ ആക്കാത്ത ദിവസമെല്ലാം ഫ്രൂട്ട്സും പിന്നെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസും നട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് പാക്ക് ചെയ്തിട്ട് കൊടുത്തേക്കും. ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. പിന്നില്ലേ, കമൻസിലെല്ലാം എന്നോട് ചോദിക്കലില്ലേ, നിങ്ങളെപ്പോഴും എന്തെങ്കിലും വെറൈറ്റി ആണോ കൊടുക്കൽ ടിഫിനിൽ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആണോ വീട്ടിൽ ഡ്രസ്സ് ചെയ്യൽ, അങ്ങനെയെല്ലാം. ഈ വ്ളോഗെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും. അതല്ലെങ്കിൽ നോർമലി ഇതേപോലത്തെ മടിയുള്ള ദിവസമെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇല്ലേ, ഈ വ്ളോഗേഴ്സിനെ കണ്ടിട്ട് നിങ്ങളും അതുപോലെ പെർഫെക്റ്റ് ആവണമെന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്ത സ്ട്രെസ്സൊന്നും ഉണ്ടാക്കി വെക്കാറ്. മടിയും നാച്ചുറലാണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന തന്നെയാണ്. പക്ഷേ അത് ഓവറാവാണ്ടിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. ഇന്നും മാത്രമായോണ്ടില്ലേ വേഗം റെഡിയായി കഴിഞ്ഞിനെ. ഓൾക്ക് 8:30 പോകണ്ടു, പക്ഷേങ്കിൽ 7:30 ആകുമ്പോഴത്തേക്ക് ഓൾ റെഡിയാക്കി കഴിഞ്ഞിനെ. ഒരു 8:15 ആകുമ്പോൾ ഇരുന്ന് പോകണ്ടു. ഓളില്ലേ ഇന്ന് ഫൈനലാണേ, അതുകൊണ്ട് എൻ്റെ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നതാണ്. ഓൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെസ്സ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവേ. പക്ഷേങ്കിൽ എല്ലാ സമയത്തും പോയി ഇരിക്കാൻ പറ്റില്ല, വേഗം തീരുമില്ലല്ലോ, കുറേ സമയം എടുക്കൂലേ. എനിക്കില്ലേ, ഞാനങ്ങനെ വേഗം തീരട്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നൂന് വിട്ടുകൊടുക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. കളിക്കുമ്പോൾ കുറേ സമയം എടുത്തിട്ടേ കളിക്കൂ. പക്ഷേങ്കിൽ ഞാനത്ര ബ്രില്യൻ്റ് ഒന്നും അല്ല. ആദ്യം ഞാനും ഇന്നും കളിക്കുമ്പോൾ ഞാൻ ഇന്നും എപ്പോഴും ജയിക്കൽ. പക്ഷേങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇന്നു കുറേ കളിച്ചിട്ട് ഇന്നുവിൻ്റെ നല്ല ഗെയിമാട്ടോ ഇപ്പോൾ. പിന്നെ പക്ഷേങ്കിൽ നമ്മൾ കളിക്കുമ്പോൾ ഇല്ലേ, ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കുകയൊന്നും ചെയ്യില്ല, എങ്ങനെയെങ്കിലും ഞാൻ ജയിക്കാൻ നോക്കും. പക്ഷേ ഇപ്പോൾ എപ്പോഴും ഞാൻ എന്നെ തോക്കില്ല. ഇന്നും പോയിട്ടില്ലേ, 2nd പൊസിഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഫൈനലിൽ. മാഷാ അല്ലാ, ഞാൻ ഈ വ്ളോഗ് എടുത്തിട്ട് 2-3 ദിവസമായി. പിന്നെ ഇല്ലേ, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ഷെയർ ആക്കാനുണ്ട്. ഇന്നൂനെ ഞാനിപ്പം പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നോക്കലേ ഇല്ല, എല്ലാം ഓളെന്നെ ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെങ്കിൽ മാത്സിലാണ് ഓൾക്കൊരു വിഷമായിട്ട് വരുന്നത്. പ്രത്യേകിച്ചിട്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനെല്ലാം ഒന്നിച്ച് വരുമ്പോൾ ഇല്ലേ, ഓൾക്ക് എപ്പോഴും കൺഫ്യൂഷനാവും. പക്ഷേ ഇപ്പം എന്നാലും നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഓൾക്ക് മാത്സ് വലിയ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് തന്നെയാണ്. അധിക കുട്ടികളും ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കുട്ടികൾക്കും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് മാത്സ് ആയിരിക്കും. അങ്ങനെ തന്നെ ഓൾക്കും. പക്ഷേ ഇപ്പം കുറച്ച് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അതിനുള്ള റീസൺ ഞാൻ കാണിച്ചു തരാം. He's completely confused. Why do you think this person is completely confused? Because of the multiplication. Because of the multiplication, right? Now can you see here in the right hand side? Basically, let's say, okay, we are trying to do this completely in our mind and we don't have a pen and paper. Correct? Amazing. Good job. How much is 6 multiplied by 6? 36. Correct. And what will we do next? We will write 6 down. And 3 up. 12. And then what will we do after we get 12? 12 plus 3. Correct. Very good. And what's the final answer? 15. ഞാൻ ആദ്യം തന്നെ പറയാം, 5 മുതൽ 15 വയസ്സ് വരെ ഉള്ള കുട്ടികളാണെങ്കിലേ അവരൊരു ഫ്രീ ഡെമോ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഡെമോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഇത് ബാൻസുവിൻ്റെ ക്ലാസ്സാണ്, മാത്സാണ്.
ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ബാൻസുവിൻ്റെ ഫൗണ്ടർ നീൽഖണ്ഡ ബാനു ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്ററാണ്. 50+ റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്സ് ഇഷ്ടപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഇല്ലേ നമ്മളെ നാട്ടിലുള്ള എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഗൾഫ് കൺട്രീസിനേക്കാളും കുറച്ചുകൂടി മെൻ്റൽ മാത്സ് എല്ലാം നാട്ടിലുള്ള സ്കൂളിലാണ് കുറച്ചും കൂടി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഈ അബാക്കസ് അല്ലേ അതെല്ലാം പോലെ. അപ്പോൾ അതെല്ലാം പോലെ നമ്മൾ ഗൾഫിൽ പഠിക്കുന്ന ഏത് സിലബസിലുള്ള കുട്ടികൾക്കായാലും മെൻ്റൽ മാത്സെല്ലാം കുറച്ചുകൂടി ഈസിയാക്കി കൊടുക്കാൻ. മാത്സിൽ മെയിനായിട്ട് മെൻ്റലി ഉള്ള കാൽക്കുലേഷൻ എല്ലാം എന്തായാലും വേണമല്ലോ. അപ്പോൾ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഗൾഫ് കൺട്രീസിലെല്ലാം ഒരു ട്യൂഷനെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ ബാൻസു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. മാത്സിന് കുട്ടികൾക്ക് ഇഷ്ടമാവും. എന്താ പറയുക, അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റിനെ എങ്ങനെ ഇഷ്ടപ്പെടുത്തുക, പെന്നും പേപ്പറും ഒന്നും ഇല്ലാണ്ട് മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാനും എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ള ക്ലാസ് തന്നെയാണ്. നമുക്ക് ഇങ്ങൾക്കൊരു ഡെമോ ക്ലാസ് എടുത്താൽ തന്നെ ഫ്രീ ആണ് ഡെമോ ക്ലാസ്. ഇങ്ങൾക്ക് മനസ്സിലാവും അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചേഴ്സാണ്. അവരെ ഇൻട്രാക്ഷനും എന്താ പറയുക, നമ്മൾ പെന്നും ബുക്കും ഉപയോഗിച്ചിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ചെയ്യുന്ന കാൽക്കുലേഷനെല്ലാം ഭയങ്കര സിമ്പിളായിട്ട് അവർ മെൻ്റലി ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും. നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതമാവും ഇതിങ്ങനെയും ചെയ്യാലേ എന്ന് തോന്നിയിട്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അങ്ങനെ ഇന്ന് സ്കൂളിൽ പോയി എനിക്ക് കിച്ചണിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ഫുഡ് ആക്കണം, അതിനെല്ലാം വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിപ്പം വീഡിയോ എടുക്കാനോ ഒന്നിനും ഒരു മൂടില്ലാത്ത പോലെയാണ് കുറച്ചായിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളമായിട്ടെന്ന്. ഞാൻ ഇപ്പം ലാസ്റ്റ് വീഡിയോ ഇട്ട് എനിക്ക് തോന്നുന്നു 5-6 ദിവസം മുന്നേ. ഞാൻ ഒരിക്കലും ഇത്രയും ഗ്യാപ്പ് എടുക്കലില്ല. ഈ ഒരു മാസത്തോളമായിട്ടാണ് ഇത്രയും ഗ്യാപ്പ് എടുക്കുന്ന വീഡിയോ എടുക്കാൻ. എനിക്ക് വീഡിയോ എടുക്കാനോ എനിക്ക് ഒന്നും ചെയ്യാനോ ഒരു മൂടില്ലാത്ത പോലെയായിരുന്നു. പക്ഷെങ്കിലാണെങ്കിലും ഒന്നിനും സമയമില്ല. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെയും സമയം കിട്ടലുണ്ടേനു. ഇതിപ്പം വീഡിയോ ഒന്നും എടുക്കായിട്ടോ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടോ പോലും നമുക്ക് ഒന്നാമത് സമയം കിട്ടാത്ത പോലെയും ഒന്നും ചെയ്യാൻ മൂടില്ലാത്ത പോലെയും എന്തെല്ലോ മിക്സഡ് ഫീലിംഗ് ആണ്. പക്ഷെങ്കിൽ ഞാനിങ്ങനെ ആരോടെങ്കിലും ഇത് ഷെയർ ആക്കുമ്പം പറയും എന്തിൻ്റെങ്കിലും വൈറ്റമിൻ ഡിൻ്റെ എല്ലാം ഡെഫിഷ്യൻസി ഉണ്ടാവും, അങ്ങനെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറയും. ചില ആൾ പറയും കണ്ണേറായിരിക്കും. കണ്ണേറുണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് തോന്നുന്ന സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയെല്ലാം പറയും. ചിലപ്പം എനിക്ക് കണ്ണേറിൽ വിശ്വാസം ഇല്ലാണ്ടൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസി ആയിരിക്കും. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഞാൻ ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഡയറ്റില്ല. 1 ടൈം മീൽ ഡയറ്റില്ല. ഒരൊറ്റ നേരം മാത്രം ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ട്. ഇത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ, ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എനിക്കൊന്നിനും മൂടില്ലാത്തതെന്ന്. കാര്യം ഫുൾ ടൈം വിശന്നിട്ടുണ്ടാവുക. വിശക്കുമ്പോൾ കുറച്ച് ഫുഡെല്ലാം കഴിക്കും, എന്നാലും ഇല്ലേ നമുക്ക് വയറ് നിറച്ച് ഫുഡ് കഴിച്ചാലല്ലേ ഒരു എന്താ പറയുക എന്ത് ചെയ്യാനൊരു മൂഡ് എനർജി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും എന്ന് എനിക്കിപ്പം തോന്നുന്നത്. എനിക്ക് എന്നാ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ പക്ഷെങ്കിൽ ഞാൻ വെയിറ്റ് എല്ലാം കുറഞ്ഞു, 2-3 കിലോ എല്ലാം കുറഞ്ഞു. ഇനിയും കുറച്ചും കൂടി ഉണ്ട് കുറയാൻ. പക്ഷെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാനൊരു മൂഡില്ല. എനിക്ക് ഞാനല്ലാത്ത പോലെ, നമ്മൾ പറയില്ലേ വിശന്നാൽ നമ്മളല്ലാത്ത പോലെയാവുന്ന അതേ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഡയറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നിനും മൂഡുണ്ടാവില്ല. അതായിരിക്കും എന്നാൽ ഞാൻ കണ്ടുപിടിച്ചത്. ഇൻഷാ അല്ലാഹ് ഡയറ്റെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പം ഞാൻ എനിക്ക് ഇത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത് യൂസ് ആക്കുമ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കലുണ്ട് ഇത് നല്ലതാണോ, അകാരോൻ്റെ ഈ ഒരു കെറ്റിൽ നല്ലതാണോ എന്നെല്ലാം. ഇതില്ലേ ഒരു മൾട്ടി കുക്ക് സ്റ്റീമറാണ്, സ്റ്റീമർ കം കെറ്റിൽ അങ്ങനെ വരുന്നൊരു മൾട്ടി കുക്ക് സംഭവമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് അകാരോന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തരുന്നതാണ്. എൻ്റെ കിച്ചണിലുള്ള കെറ്റിലും നോർമൽ കെറ്റിലില്ലേ അത് ചോപ്പർ, പിന്നെ ഈ സ്പാച്ചുല സെറ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അകാരോണ്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചില പ്രോഡക്റ്റ് അയച്ചു തന്നാൽ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് പിന്നെ നമ്മളങ്ങനെ യൂസ് ആക്കാണ്ട് വെക്കും. പക്ഷെങ്കിൽ അകാരോണ്ട് ഈ ഒരു സാധനമില്ലേ ഞാൻ എപ്പോഴും യൂസ് ആക്കുന്ന സാധനം. ഇതിൽ നമുക്ക് ചായ ഉണ്ടാക്കുക, സ്റ്റീം ചെയ്യുക, മുട്ട പുഴുങ്ങുക, എല്ലാം ചെയ്യുക. അതിൻ്റെ താഴത്തുള്ള ആ ഒരു കെറ്റിലില്ലേ നമുക്ക് എല്ലാം ഉണ്ടാക്കുക. വെള്ളം ചൂടാക്കുക, ചായ കോഫി എല്ലാം ഉണ്ടാക്കുക. എന്തെങ്കിലും സാധനം ഇട്ടിട്ട് ബോയിൽ ചെയ്യുക, പുഴുങ്ങൂലേ അങ്ങനെ ചെയ്യുക, അതെല്ലാം ചെയ്യുക. പിന്നെ ഇത് മുട്ട പുഴുങ്ങുന്ന സംഭവമാണ്. ഇതിനിങ്ങനെ ഒരു സ്റ്റാൻഡെല്ലാം വരുന്നുണ്ട്. ഇതിൽ വെച്ചിട്ട് നമുക്ക് 6 മുട്ടയാന്ന് തോന്നുന്നു ഇതിൽ വെക്കാൻ പറ്റുക.
ആറെന്നെ. പിന്നെ കാടമുട്ട വെക്കുക, എന്തും ചെയ്യാട്ടാ. പിന്നെ വേറെന്നാ ഇത് പക്ഷെങ്കിൽ ഒരു കാര്യം ചെയ്യാറേ, ഓയിൽ ബേസ്ഡ് കുക്കിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു റാക്ക് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സാധനം ഇങ്ങനെ റാക്കിൽ വെച്ച് ബോയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു പ്ലാസ്റ്റിക് ബൗളുണ്ട്, ഇതിൽ നമുക്ക് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് വേവിക്കൂലേ, അങ്ങനെ ചെയ്യാം. എല്ലാം ചെയ്യാം. ഇതുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോൾ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്കെല്ലാം വലിയ സ്റ്റീമർ എടുത്തിട്ട് അടുപ്പിൽ വെക്കുന്നതിനേക്കാളും ഈസി ഇതാ. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഞങ്ങൾക്ക് പുഴുങ്ങണം കേട്ടോ. ഞങ്ങൾക്ക് മാഷ്ഡ് പൊട്ടാറ്റോ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ആ കെറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങുക, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റീമർമേൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഭയങ്കര ഈസി നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ. ഇത് 1.2 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. വലിയ സൈസല്ല, കുഞ്ഞു സൈസാണ്, പക്ഷേങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ ഞാൻ ഇന്നലെ ഇതുണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് മീനെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനെ, അതുകൊണ്ട് അതിൻ്റെ ഐസെല്ലാം പോയിനെ. ഇത് സാമണാണ് കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേങ്കിൽ നമ്മൾ എപ്പോഴും വാങ്ങൂല, കാര്യം ഇതിന് നല്ല പൈസ ആയതുകൊണ്ട് തന്നെയാണ്. നമുക്ക് എപ്പോഴും തിന്നാൻ ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് ചില ഐറ്റംസ് അങ്ങനെ ഉണ്ടാവില്ലേ, ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് എപ്പോഴും വാങ്ങണ്ടെന്ന് തോന്നുന്നത്, അങ്ങനെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ തടിയുള്ള ഏരിയയെല്ലാം ഞാൻ അതിൻ്റെ പീസാക്കും കേട്ടോ, അതിൻ്റെ കട്ടി കുറക്കും. പിന്നെ ഇതിൻ്റെ തൊലിയില്ലേ അടിയിൽ, അതും ഞാൻ റിമൂവ് ആക്കലുണ്ട്. തൊലി റിമൂവ് ആക്കിയാൽ നമ്മൾ തിരിച്ചിടുമ്പോൾ എല്ലാം ചിലപ്പം വേഗം പൊട്ടിപ്പോവും, തിന്നായിട്ടുള്ളതാണെങ്കിൽ. എന്നാലും ആ തൊലിയോടെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാവില്ല, അതുകൊണ്ട് ഞാൻ റിമൂവ് ആക്കലുണ്ട്. പിന്നെ ഇതിൻ്റെ മാരിനേഷനിലും ഭയങ്കര സിമ്പിളാണ്. ഈ സാമണിൽ എത്ര മസാലാസ് കുറക്കുന്നു അത്രയും ടേസ്റ്റാണ് എനിക്ക് തോന്നല്. പ്രത്യേകിച്ച് സീ ഫുഡിൽ എല്ലാം അങ്ങനെ തന്നെയല്ലേ, എന്താ പറയുക, കൂടുതൽ മസാല എന്നിട്ടിട്ട് ഓവറാക്കാത്ത തന്നെയല്ലേ നല്ല. അപ്പോൾ ഉപ്പും കുരുമുളകും ചെറുനാരങ്ങൻ്റെ നീരും മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറിലോ ഇതാദ്യം ഒന്ന് പൊരിച്ചെടുക്കുക. വേഗം കുക്കാവും കേട്ടോ. നമ്മൾ സാധാരണ രാവിലെ തന്നെ മീൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്ങൊന്നും ഈ സാമൺ ഉണ്ടാവില്ല. അത്ര ഭയങ്കര ഓവർ മീനിൻ്റെ സ്മെല്ലില്ലാത്തൊരു മീനല്ലേ, അതുകൊണ്ട്. പിന്നെ ഇതില്ലേ ഒന്ന് ഷാലോ ഫ്രൈ ആക്കിയാൽ മതി. ഞാൻ പൊതുവേ ആണെങ്കിൽ ഞാൻ ബട്ടറും വെളുത്തുള്ളിയും പിന്നെ എന്തെങ്കിലും സ്പൈസസ് ഇട്ടിട്ട് വെറുതെ അങ്ങനെ പൊരിച്ചെടുക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ ക്രീമി ആയിട്ടുള്ളൊരു സോസും കൂടി ആക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മീൻ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാലില്ലേ കുറച്ച് ബട്ടർ ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഇടണേ. നല്ല കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ടിട്ട് ബട്ടറിൽ വെളുത്തുള്ളി ഇങ്ങനെ മൊരിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരുമല്ലേ, ആ സമയത്തിലേക്ക് ഇഷ്ടമുള്ള സ്പൈസസ്, റോസ്മേരി ഉണ്ടെങ്കിൽ അത് കുറച്ചിടുക, അല്ലെങ്കിൽ ഇറ്റാലിയൻ സ്പൈസസ്, അല്ലെങ്കിൽ നമ്മൾ കസൂരി മേത്തിയില്ലേ അതായാലും ഇടാട്ട. ഞാനിപ്പോൾ കൂടുതൽ ഇറ്റാലിയൻ സ്പൈസസിന് പകരം കസൂരി മേത്തി യൂസ് ആക്കലുണ്ട്. ഇങ്ങനെ യൂസ് ആക്കി നോക്കിട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. പെർഫെക്റ്റ് റെസിപ്പി അല്ലെങ്കിലും ടേസ്റ്റ് ആണല്ലോ നമുക്ക് വേണ്ടേ, അപ്പോൾ അത് അടിപൊളിയാട്ടാ. ഞാൻ ഈലും കസൂരി മേത്തി തന്നെ ഇട്ടെ. എന്നിട്ട് തിക്ക് ക്രീമില്ലേ, തിക്ക് ക്രീം നാട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ അവൈലബിൾ അല്ലെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ആക്കിക്കോ. ഫ്രഷ് ക്രീമും കൂടി ഇട്ടിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിന്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. ആ ചൂടുള്ള ഉരുളക്കിഴങ്ങിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നല്ലോണം ഉടച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചാൽ മാഷ്ഡ് പൊട്ടാറ്റോ റെഡിയായി. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന സിമ്പിൾ വേ. ഇങ്ങനെ തന്നെ അധികം ഉണ്ടാക്കുക. പക്ഷേ ചില ആളിൽ കുറച്ച് സ്പൈസസ് എല്ലാം ഇടും, ഞാൻ പിന്നെ ഒന്നും ഇടലില്ല. ബട്ടറിൽ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ വേറെ ഉപ്പ് ഇടുന്നില്ല കേട്ടോ, ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ മതി. ഇങ്ങനത്തെ രാവിലെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷേങ്കിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കില്ല. ഇടയ്ക്ക് ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും ഞാൻ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കലുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉപ്മാവ് അല്ലെങ്കിൽ പഴം വെച്ചിട്ട് എന്തെങ്കിലും നമ്മൾ കായ്പോള പോലെയെല്ലാം ഉണ്ടാക്കില്ലേ, ഞാൻ അധികം കാണിക്കുന്ന കായ് വാട്ടിയെ അങ്ങനെയെല്ലാം തന്നെ ഉണ്ടാക്കൽ. പിന്നെ ഞാൻ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബൊഫയിലെല്ലാം പോകുമ്പോൾ നമ്മൾ എടുക്കൂലേ അതേപോലത്തെ പ്ലേറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെജീസും ഈ ബ്രോക്കളിയിലുണ്ടെങ്കിൽ അത് സ്റ്റീം ചെയ്താൽ നല്ല രസം ഉണ്ടാവും. പക്ഷേ എൻ്റെ അടുത്ത് ബ്രോക്കളിയും പിന്നെ കോളിഫ്ലവറും ഒന്നും ഇല്ലേനു. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റും നമ്മളെ കുക്കുംബറും ഇല്ലേ അത് കട്ട് ചെയ്തെടുത്ത് മുട്ട പുഴുങ്ങിയതിന് പിന്നെ മാഷ്ഡ് പൊട്ടാറ്റോവും വെച്ച് 2 ബ്രെഡ് പീസസും വെച്ച് പിന്നെ മീനും കൂടി സെർവ് ചെയ്ത് തരുന്ന തന്നെ പ്ലേറ്റ് ഫുള്ളായി. ഇത് കഴിച്ചാൽ ഇത് മൊത്തം കഴിച്ചാൽ വയറ് നല്ലോണം ഫുള്ളാവുകയും ചെയ്യും, എന്നാൽ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുകയും ചെയ്യില്ല. അടിപൊളിയായിരിക്കും കേട്ടോ.
ഞാനിങ്ങനെ സ്പെഷ്യൽ പ്ലേറ്റെല്ലാം ആക്കി കൊടുക്കുന്ന സമയത്ത് ഇക്കാനോട് പറയും ഇത് സ്പെഷ്യൽ ബൊഫെ പ്ലേറ്ററാണ്, ഇതിന് സ്പെഷ്യൽ ചാർജ് ഉണ്ട് എന്നെല്ലാം പറയാം. എന്നിട്ട് എനിക്ക് എപ്പോഴും പറയുന്ന എൻ്റെ പറ്റുബുക്കിൽ എഴുതിക്കുമെന്ന് പറയും കേട്ടോ. പക്ഷേങ്കിൽ എനിക്കിങ്ങനെ കൊടുക്കാനും എനിക്ക് തന്നെ കഴിക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡിനേക്കാളും സിമ്പിളായിരിക്കും ഇപ്പം കറിയും ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ കഴിക്കാൻ നല്ലതല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ നമ്മളിങ്ങനെ കുറേ വർത്താനെല്ലാം പറഞ്ഞ് ഫുഡെല്ലാം കഴിക്കലേനു. പിന്നെന്താ ഇന്ന് ഞാൻ എൻ്റെ ഡയറ്റ് നോക്കിയിട്ടില്ല കേട്ടോ. കാര്യം എനിക്ക് ഈ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടതുകൊണ്ട്. ഞാൻ സാധാരണ ആയിരിക്കുമ്പോൾ ഇല്ലേ രാവിലെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊന്നും ഉണ്ടാക്കില്ല. ഞാൻ രാവിലെ അല്ല കേട്ടോ ഫുഡ് കഴിക്കൽ. നമ്മൾ ഇപ്പോൾ കുറേ കേൾക്കൂലേ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നെല്ലാം. പക്ഷേങ്കിൽ അത് മിത്താന്നെല്ലാം പറയുന്ന കേൾക്കുന്നുണ്ട്. ഞാനപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലല്ല ഫുഡ് കഴിക്കൽ. ആ സമയത്തെല്ലാം ഫാസ്റ്റിങ് പോലെ തന്നെ നമ്മൾ നോമ്പെല്ലാം എടുക്കുന്ന പോലെ തന്നെ നിൽക്കല. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നൊന്നുമില്ല. കാര്യം നമ്മളൊരു ഡയറ്റ് ചെയ്യുമ്പോൾ ഇല്ലേ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ 1 ടൈം മീൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും അത് എങ്ങനെയാണെന്ന് ചോദിക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഞാൻ ഷെയർ ആക്കില്ല. കാര്യം പലർക്കും പല ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം വരും പെട്ടെന്ന് ഒരൊറ്റ നേരം ഫുഡ് കഴിക്കാമെന്നെല്ലാം പറഞ്ഞാൽ. ഭയങ്കര ചിലർക്ക് സൈഡ് എഫക്റ്റ് എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ആരെങ്കിലും നല്ലോണം അറിയാവുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് എല്ലാം ഷെയർ ചെയ്ത വീഡിയോസ് ഞാനും കണ്ടിട്ട് വേണമെങ്കിൽ ഫോളോ ചെയ്തു. ഞാൻ എന്തായാലും പറഞ്ഞു തരില്ല. അങ്ങനെ ചിലർക്കില്ലേ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഫുഡെല്ലാം കുറക്കുമ്പോൾ ഇപ്പോൾ ഷുഗർ ലെവൽ കുറയും, അല്ലെങ്കിൽ ഞാൻ ഷുഗർ കട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക മുടിയെല്ലാം കൊഴിയും ചില അങ്ങനെയെല്ലാം ഉണ്ടാവും എന്ന് പറയുന്ന കേൾക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി വന്നിട്ട് വേറെ പ്രോബ്ലംസ് ഉണ്ടാവും അങ്ങനെയെല്ലാം പറയുന്ന കേൾക്കാം. പിന്നെ ഞാൻ ഭയങ്കര മെലിഞ്ഞൊട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ വെയിറ്റ് നല്ലോണം കൂടിയതിനു നാട്ടിൽ പോയി വന്ന സമയത്ത് ഞാൻ ഏകദേശം 69 കിലോളായിട്ടുണ്ടേനു. അപ്പോൾ അതൊന്ന് കുറച്ചിട്ട് എൻ്റെ പഴയ വെയിറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് നിങ്ങൾ എന്തിനാണ് ഡയറ്റ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഓവർ തടിക്കാണ്ട് ഭയങ്കര ഉണ്ടയാവാണ്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള പോലെ ഫുഡ് കഴിച്ചാൽ ഞാൻ ഭയങ്കര ഉണ്ടയാവും. നമ്മൾ പറയില്ലേ ചില ആൾ പച്ചവെള്ളം കുടിച്ചാൽ പോലും തടിക്കുമെന്ന്, ഞാൻ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ അല്ലാണ്ട് നിൽക്കുന്നത്. അപ്പം എനിക്കൊരു 64 കിലോ അല്ലെങ്കിൽ ഒരു 65 അത്ര ആയാൽ മതി. അല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മെലിയാനൊന്നുമല്ല. അങ്ങനെ പിന്നെന്താ അങ്ങനെ ഇനിയിപ്പോൾ രാവിലത്തെ ക്ലീനിങ് എല്ലാമാണ്. ഞാൻ ആദ്യം വിരിച്ച ആ ഒരു ഹാർട്ട് ഷേപ്പുള്ള സിംഗിൾ ബെഡ്ഷീറ്റില്ലേ അത് ഞാൻ ട്രെൻഡ്യോളിൽ ഓർഡർ ചെയ്തേനു കേട്ടോ. നല്ല ബെഡ്ഷീറ്റാണ്. പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനത് ഡബിളാണോ സിംഗിളാണോ എന്ന് നോക്കാണ്ട് സൈസ് നോക്കാണ്ട് ഓർഡർ ചെയ്തേനു. ആ ഒരു സെയിം ഐറ്റം ഡബിളും ഉണ്ട്, കിങ് സൈസും ഉണ്ട്, ക്വീൻ സൈസും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ സിംഗിളായി പോയി ഓർഡർ ചെയ്തത്. പക്ഷേങ്കിൽ ഇന്നുവിൻ്റെ ആലുവിൻ്റെയും ബെഡിന് വിരിക്കാൻ നല്ലതല്ലേ. പക്ഷേങ്കിൽ പില്ലോ ഒന്നേ ഉള്ളൂ, അതാ പ്രശ്നം, പില്ലോ കവർ. അങ്ങനെ ഞാൻ റൂമെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് പണി അച്ചാറിടണം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്ന മുതൽ നാട്ടിൽ നിന്ന് അച്ചാർ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിനെ. പക്ഷേങ്കിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എപ്പോഴും വരുമ്പോൾ വെയിറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ വരാൻ നോക്കുമ്പോൾ വിചാരിക്കും അച്ചാറൊന്നും വേണ്ടാന്ന് വിചാരിക്കുക. ഇവിടെ എത്തിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള അച്ചാറെല്ലാം വാങ്ങിക്കഴിയുമ്പോൾ തോന്നുക പഠിച്ചോനെ കൊണ്ടുവന്നാൽ മതിയേനു. പിന്നെ ഈ അച്ചാർ ആക്കാനെല്ലാം ഭയങ്കര സിമ്പിളാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ നല്ലതല്ലേ. നമ്മൾക്ക് അച്ചാർ അധികവും വേണം. പക്ഷേങ്കിൽ അധികം പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എന്താ പറയുക ഒരു മടുപ്പ് തോന്നുന്നു. ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ നമ്മൾ മാറ്റി മാറ്റി വാങ്ങും, എന്നാലും ഒരു മടുപ്പ് തോന്നും. വാങ്ങുന്ന അച്ചാറിനൊരു വേറെ ടേസ്റ്റ് തന്നെയല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന വേറെ ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് അപ്പം ഞാനില്ലേ പൈനാപ്പിൾ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമുക്ക് വെറുതെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നും. ഇതിൻ്റെ റെസിപ്പി ഞാൻ പണ്ട് ഷെയർ ആക്കിയിട്ടില്ലേ. ഏകദേശം അങ്ങനെയെല്ലാം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആക്കുന്നത്. അതേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇങ്ങനെ കണ്ടിന നമ്മൾ 7 lakh പ്ലസ് ഫാമിലി ആയി. മാഷാല്ലാ അൽഹംദുലില്ലാ. ഞാൻ കാണുന്നതിന് മുന്നേ ഇല്ലേ എനിക്ക് കുറേ മെസ്സേജ് ഇങ്ങനെ കമൻറ്റ് മെസ്സേജെല്ലാം വരുന്നുണ്ടേനു. പഴയ വീഡിയോസിലെല്ലാം വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടേനു 7 lakh പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയി എന്നെല്ലാം പറഞ്ഞിട്ട്. എനിക്ക് നിങ്ങളോട് എങ്ങനെയാണ് ഇനി താങ്ക്സ് പറയണ്ടേന്ന് അറിയില്ല. പക്ഷെങ്കിലില്ലേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടിൽ നിന്നും ഒരു കാര്യമില്ലയെന്ന് എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്നറിയാം.
ചില ചാനൽസിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, പക്ഷേങ്കിൽ വ്യൂ കുറവായിരിക്കും. നമുക്ക് വേണ്ടില്ലേ, എന്താ പറയുക, എപ്പോഴും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഫോളോവേഴ്സാണ്. അത് എനിക്കുണ്ട് അൽഹംദുലില്ലാ. എൻ്റെ വ്ളോഗ് എപ്പോൾ ഇട്ടാലും കാണാൻ കുറേ ആളുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. അതാണ് വേണ്ട. അല്ലാണ്ട് നമുക്ക്, ഞാൻ ആദ്യം വിചാരിക്കലുണ്ട് 1 മില്യൺ എല്ലാം പെട്ടെന്ന് വരണം എന്നെല്ലാം വിചാരിക്കലുണ്ട്. പക്ഷേങ്കിൽ ഫോളോവേഴ്സിൻ്റെ അക്കൗണ്ടിലൊന്നും വലിയ കാര്യമില്ലയെന്ന് എനിക്ക് മനസ്സിലായ. ചില ചാനൽസ് കാണുമ്പോഴാണ് കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും, പക്ഷേങ്കിൽ വ്ളോഗ് കാണാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ എനിക്ക് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് വ്യൂസ് ഉണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇല്ലേ, ഞാൻ ആ ഒരു നന്ദി ഞാൻ ഇങ്ങനെ ഗിവ് അവേയിലൂട്ട് ഇങ്ങൾക്ക് ഞാൻ തരലുണ്ട്. അപ്പോൾ ഞാൻ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ നമ്മൾ ഓരോ ലാക്ക് കൂടുമ്പോൾ ഗിവ് അവേ ചെയ്യലില്ലേ, അപ്പോൾ ഇപ്രാവശ്യവും ഞാൻ ഗിവ് അവേ എന്തായാലും നിങ്ങൾക്ക് തരാട്ടോ. ഞാൻ പറയാം വരുന്ന ഏതെങ്കിലും വ്ളോഗ്സിൽ. ഞാൻ പ്ലാൻ ആക്കിയിട്ടില്ല, ഇൻഷാ അല്ലാ പ്ലാൻ ആക്കിയാൽ നിങ്ങളോട് പറയാം. അങ്ങനെ അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അൽഹംദുലില്ലാ. നിങ്ങൾ ആദ്യം കാണുന്ന പോലെ തന്നെ എനിക്ക് ഒന്ന് പണ്ട് മുതലേ കാണുന്ന വ്യൂവേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഞാൻ വ്ളോഗ് ഇടാൻ ലേറ്റ് ആകുമ്പോൾ എന്നാ വ്ളോഗ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത്. എനിക്ക് ഇത്ര മെസ്സേജ് വരുന്നുണ്ടെന്ന് അറിയാം. ഒരു 3 ദിവസമെല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ട് നിങ്ങളെ വ്ളോഗ് മിസ് ചെയ്യുന്നെന്നെല്ലാം പറഞ്ഞിട്ട്, അതെല്ലാം കാണുമ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും എല്ലാം ഇൻട്രസ്റ്റ് ആവുന്നു. ഇൻസ്റ്റയിലും കമൻസിലും എല്ലാം വരും. പഴയ വീഡിയോയിൽ എടുത്തിട്ട് അതിലെല്ലാം അന്ന് കമൻറ്റ് ആക്കുക, എന്നിപ്പോൾ വീഡിയോ ചെയ്യാത്ത പണ്ടത്തെ പോലെ എന്നെല്ലാം ചോദിച്ചിട്ട്. താങ്ക് യു സോ മച്ച് ടാ അങ്ങനെ ചെയ്യുന്നതിലെല്ലാം. പിന്നെ അപ്പോൾ ഇത് ഞാൻ അച്ചാറിൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിന്. നമ്മളിങ്ങനെ അച്ചാറിടുമ്പോൾ ഇല്ലേ, എല്ലാ സാധനങ്ങളും എല്ലാം കട്ട് ചെയ്തിട്ടും എടുത്തിട്ടും എല്ലാം റെഡിയാക്കി വെക്കണം. കുറേ സമയം കുക്ക് ചെയ്യറല്ലോ, അതുകൊണ്ട്. അപ്പം ഞാനൊരു ഫുൾ പൈനാപ്പിളും ഒറ്റൊരു ക്യാരറ്റും മാത്രം എടുത്തിന്. ക്യാരറ്റും നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിന്. പിന്നെ വെളുത്തുള്ളി നമുക്ക് കുറേ അച്ചാറിൽ തിന്നാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുറേ എടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ ഇത് ശർക്കരയാണ്. ശർക്കര ഒരു കട്ട ശർക്കരയാണ് ഞാൻ എടുത്തിന്. പിന്നെ എരിവ് നോക്കിയിട്ട് പച്ചമുളക്. ഈ വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം അച്ചാറിൽ ഇഷ്ടമുള്ള പോലെ എടുത്താൽ മതി കേട്ടോ, നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള പോലെ. പിന്നെ പുളി വേണം. ഒരു ഇതാ ഞാൻ സൈസ് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ റെസിപ്പി മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ പിക്കിൾ ഷാമീസോൺ എന്ന് അടിച്ചാൽ കറക്റ്റ് ഞാൻ അളവെല്ലാം പറഞ്ഞ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും കേട്ടോ. അങ്ങനെ നോക്കിയാൽ മതി നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്. എന്നിട്ട് പുളിയിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിന്. ബാക്കി എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. കാര്യം അച്ചാർ വല്ലാണ്ടങ്ങ് കുക്ക് ചെയ്താലില്ലേ ഉടഞ്ഞു പോവും. അതുകൊണ്ട് വേഗം കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു വലിയ കടായി വെക്കുക, അടി കട്ടിയുള്ള. എന്നിട്ട് ആദ്യം ഉലുവ വറുത്ത് പൊടിച്ച ഉലുവ ഇല്ലെങ്കിൽ ഈ കടായിൽ ആദ്യം ഒന്ന് 1 ടീസ്പൂൺ നിറച്ച് ഉലുവ എടുത്തിട്ട് വറുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചോ കേട്ടോ. എന്നാൽ വേറെ പാത്രത്തിൽ ചൂടാക്കാൻ നിൽക്കണ്ടല്ലോ. ഇനിയിപ്പില്ലേ നല്ലെണ്ണയാണ് വേണ്ട, സിസമി സീഡിൻ്റെ ഓയിൽ. അപ്പോൾ അത് ഏകദേശം ഒരു 100 ml ആണ് വേണ്ട. അപ്പോൾ ഇതെൻ്റെ പഴയത് കുറച്ചുണ്ടേനു. എന്നിട്ട് ഞാൻ ഏകദേശം ഒരു 100 ml ആണ് ഒഴിക്കുന്നത്. ഇത് 200 ml ഒരു ബോട്ടിലാണ്. അപ്പോൾ എന്നോട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നല്ലെണ്ണക്ക് പകരം വെളിച്ചെണ്ണ മതിയോന്ന്. ഒരിക്കലും പറ്റൂല അച്ചാറിന്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരു ദിവസത്തേക്കുള്ള അച്ചാർ ഉണ്ടാക്കുന്നതാണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക. നമ്മൾ മാങ്ങ അച്ചാറിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എടുക്കൂലേ. പക്ഷേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ളതാവുമ്പോൾ ഇല്ലേ, വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കട്ടയാവില്ലേ. അപ്പോൾ അച്ചാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറിപ്പോവും. പിന്നെ കുറേ കാലം നിൽക്കാനും എല്ലാം വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റെല്ലാം മാറൂലേ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിന്നെ അച്ചാറിന് എപ്പോഴും നല്ല ഈ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ, ഈ സിസമി സീഡിൻ്റെ ഓയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് അതിൻ്റെ ഒരു പൊട്ടൽ മാറൂലേ, ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം ഇളക്കിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ 5 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി. ഇത് കാശ്മീരിയും എരിവുള്ള മുളകും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ച മുളക് പൊടിയാണ്. എരിവുള്ള മാത്രം എടുത്താൽ ഭയങ്കര എരിവായി പോകും അച്ചാർ. ഒന്നുകിൽ കാശ്മീരി മാത്രം എടുക്കുക, അല്ലെങ്കിൽ എരിവും കാശ്മീരിയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ മുളക് പൊടി ഇട്ടിട്ടൊരു 10 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കിയാൽ മതി. ഈ അച്ചാർ കുറേ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ വെളുത്തുള്ളിയെല്ലാം ഉടഞ്ഞു പോകും, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അത് നോക്കണേ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് മറ്റേ പുളിയില്ലേ അത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇനിയിപ്പം വേഗം തന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച വെല്ലയില്ലേ അതിടുക. എന്നിട്ട് നമ്മൾ കൈതച്ചക്കയും പിന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇടുക. പിന്നെ നേരത്തെ പൊടിക്കാൻ വേണ്ടി വെച്ചിട്ടില്ലേ ഉലുവ, അത് പൊടിച്ചിട്ടിടുക. പിന്നെ 1 ടീസ്പൂണ് കായയില്ലേ അതും കൂടി ഇടുക. പിന്നെ ഉപ്പും പുളിയും സുർക്കയും ഉപ്പും കൂടി ബാലൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ അച്ചാർ ഉണ്ടാക്കാൻ. ഈ അച്ചാറെല്ലാം ഞാൻ ആദ്യം വിചാരിക്കല് ഞാൻ അച്ചാറിട്ടാൽ ശരിയാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെയെല്ലാം വിചാരിക്കലുണ്ട്. പക്ഷെങ്കിൽ അവൾ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ മതി. അവൾ പറയില്ലേ എല്ലാം പറ്റൂല എന്ന് തോന്നും, നമ്മൾ ഒരിക്കൽ ട്രൈ ചെയ്യുന്നവരെന്ന് അത് കറക്റ്റാന്നിട്ടാ. അച്ചാറല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്, നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ അവൾ എപ്പോഴും ഉണ്ടാക്കി വെക്കാൻ തോന്നും നമുക്ക്. ഒരു പ്രാവശ്യം സക്സസ് ആയാൽ അങ്ങനെ ഞാൻ സമയം കിട്ടുമ്പോൾ എല്ലാം ഉണ്ടാക്കലുണ്ട് പല ടൈപ്പിലുള്ളയും. പിന്നെ ഈ കൈതച്ചക്കൻ്റെ അച്ചാറില്ലേ, ഇത് നമുക്ക് എല്ലാത്തിൻ്റെ ഒക്കെയും തിന്നുന്നതിനേക്കാൾ അപ്പുറത്തില്ലേ, നമുക്ക് നമ്മളെ കണ്ണൂർ കച്ച് കിട്ടും. എന്നാ പറയുക, കണ്ണൂരുള്ളവർക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നമുക്ക് വെറുതെ തിന്നാൻ തോന്നും. അടിപൊളിയാണ്, ബിരിയാണിക്കെല്ലാം അടിപൊളിയായിരിക്കും. ഞാനിതിൽ ഏകദേശം ഒരു 1.25 ടീസ്പൂൺ ഉപ്പിട്ടിന്. എന്നിട്ട് ആദ്യം കുറച്ച് സുർക്ക മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഏകദേശം പിന്നെ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിനെ. ഏകദേശം 1 കപ്പോളം സുർക്ക ഇതിലേക്ക് ഒഴിച്ചെടുത്തേനെ കേട്ടോ, വിനാഗിരി. പിന്നെ ഞാൻ ഉപ്പിടുമ്പോൾ ഇങ്ങൾക്ക് എപ്പോഴും കൂടുതലായിട്ട് തോന്നലുണ്ട്. എന്താണെന്നറിയാം, നമുക്ക് ഇവിടെ കിട്ടുന്ന ഉപ്പ് കുറച്ച് കുറവാണ്. അതങ്ങനെ പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കുറച്ച് ഉപ്പിട്ടാൽ തന്നെ നല്ലോണം ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഇവിടെ അങ്ങനെയല്ല, ഇവിടുത്തെ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവാണ്. അത് ഞാൻ പറയുന്ന സത്യം തന്നെയാണ്. ഇവിടെ കുറച്ച് അധികം ഉപ്പിട്ടാലേ ഉപ്പുള്ളതായിട്ട് തോന്നും കേട്ടോ. അതാണ് ക്വാണ്ടിറ്റി കുറച്ച് ഇങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പം നാട്ടിൽ നിന്ന് ഇടുമ്പോൾ 2 ടീസ്പൂൺ നിറച്ച് വേണ്ട വരില്ല ചിലപ്പോൾ. അത് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോ കേട്ടോ. പിന്നെ ഈ സുർക്കയും അങ്ങനെ തന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ടേസ്റ്റ് കറക്റ്റ് ബാലൻസ് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഏകദേശം 3/4 to 1 കപ്പോളം വേണ്ട വരുവേ. ഇനിയിപ്പോൾ നല്ലോണം ചൂടാറിയാൽ മാത്രമേ നമ്മൾ കണ്ടെയ്നറിലേക്ക് മാറ്റാവൂ. പിന്നെ കൈ കൊണ്ട് തൊട്ടിട്ട് കൂടുതൽ എടുക്കാൻ പാടില്ല. ഒരു ഫുൾ ഡേ മാത്രം പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചോട്ടാ, വേഗം സെറ്റാവും അത്. പിന്നെ ഞാൻ മാങ്ങയും കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടിയിട്ട് ഉപ്പിലിടുന്നുണ്ടേനു. നെല്ലിക്കയും കൂടി ഉണ്ടേനു. ഞാൻ വിചാരിച്ച് നെല്ലിക്ക ഉപ്പിലിടണ്ട, മീൻ കറിയെല്ലാം വെക്കുമ്പോൾ അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ച്, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചാൽ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഉപ്പിലിടുക. ഇതൊരു 2 ദിവസം കൊണ്ട് തീരൂട്ടാ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിലിടൽ വേഗം തീരുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ ചൂടുവെള്ളത്തിലൊന്നും ഇടലില്ല. അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചാറിയിട്ടെല്ലാം യൂസ് ചെയ്യണം, കുറച്ചധികം വെക്കുന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമുക്കൊരു 2-3 ദിവസം മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് സുർക്കയും പിന്നെ എന്താ പറയുക വെള്ളവും ഉപ്പും, കുറച്ചധികം ഉപ്പും അത്രേ വേണ്ടൂ. മാങ്ങയെല്ലാം മാത്രമാണെങ്കിൽ സുർക്കൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സുർക്ക കൂടി ഒഴിച്ചു കൊടുത്തേനെ. അപ്പോൾ ഇത് രണ്ടും റെഡിയായി. ഇത് ഇങ്ങനെ അച്ചാറെല്ലാം ആക്കി വെച്ചാൽ ഒരു സമാധാനമാണ്, ഒരു സന്തോഷമാണ്. നമ്മളെന്തെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ച് എന്നുള്ള സന്തോഷമില്ലേ, എനിക്ക് അങ്ങനെ ഫീൽ ആവലുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും ഒരു ദിവസം മാത്രം പുറത്ത് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പുലാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനെ, സോയ ചങ്ക്സിൻ്റെ. അതിൻ്റെ റെസിപ്പി ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിന്. ആലു എണീച്ച് ഓൾക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് ഓളാടെ ഇരുത്തി. പിന്നെ ഇന്നും വരാൻ ഒരു 2:30 മണിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടേനെ, എവിടെയോ പോകാനുണ്ടെന്ന്. അങ്ങനെ ഞാൻ വെനസ്ഡേൻ്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ട് ഞാൻ കണ്ട് തീർത്തിട്ടില്ല. ഞാനും മിക്കയും ഒരുമിച്ചാണ് സീരീസ് എല്ലാം കാണില്ല ഫുഡ് കഴിക്കുന്ന സമയത്ത്. പക്ഷേ ഇക്കാക്ക് വെനസ്ഡേ വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കാണില്ല. എനിക്ക് ഒറ്റയ്ക്ക് കാണാനാണെങ്കിൽ ഭയങ്കര പേടിയാണ്. ഈ സീസണിലെ കുറച്ച് ഹൊററും വയലൻസ് എല്ലാം കുറച്ച് കൂടുതലല്ലേ. ആരെങ്കിലും കണ്ടിണ കമൻറ്റ് ആക്കണേ. പിന്നെ എന്താ പറയുക, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ത്രില്ലറെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഹൊറർ സീനെല്ലാം വരുമ്പോൾ ഞാൻ അങ്ങ് അടിച്ചു കളയൂട്ടാ. ഒറ്റയ്ക്ക് കാണാൻ ഭയങ്കര പേടിയാണ് ഒക്കെ. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആരും എൻ്റെ സൈഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. എനിക്ക് ആരെങ്കിലും ഒരു മനുഷ്യനായ ആരെങ്കിലും മതി ഇങ്ങനത്തെ ഹൊറർ സീനെല്ലാം കാണുമ്പോൾ, അല്ലേ എനിക്ക് പേടിയാവും കേട്ടോ. പിന്നെ ഞാനൊരു ഓറഞ്ച് എടുത്തിട്ട് കഴിക്കല. അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്ന സമയത്താണെങ്കിൽ ഫുഡ് കഴിക്കുന്ന കാണുമ്പോൾ എനിക്കും ഫുഡ് കഴിക്കണമെന്ന് തോന്നും.
അതുകൊണ്ട് ഞാൻ ആദ്യം കഴിച്ചാൽ പിന്നെ ഇവരൊന്നും ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് തോന്നൂലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നേ കഴിക്കലുണ്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് എല്ലാം ആയിട്ട്. അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.